നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി മാരാംകോട് ബ്രാഞ്ച് കനാലിൽ വീണ് ഒഴുക്കിൽപ്പെട്ട 2 വയസ്സുകാരൻ മരിച്ചു. മാരാംകോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത റൈസ് അരി വിതരണം മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നടന്നു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് ആദ്യ വിൽപ്പന നടത്തി. കയ്പമംഗലം മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗനവാടികൾക്കായി ബേബി ബെഡ് വിതരണം ചെയ്തു. ബേബി ബെഡുകൾ വിതരണം ചെയ്തത് MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വകയിരുത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി മാരാംകോട് ബ്രാഞ്ച് കനാലിൽ വീണ് ഒഴുക്കിൽപ്പെട്ട 2 വയസ്സുകാരൻ മരിച്ചു. മാരാംകോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. വീട്ടിൽ അമ്മുമ്മയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഓടി കനാലിൽ വീഴുകയായിരുന്നു. ഒഴുകിപ്പോയ കുട്ടിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ പിതാവ് സിബി ഏതാനും ദിവസം മുൻപാണ് ഗൾഫിലേക്ക് പോയത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത റൈസ് അരി വിതരണം മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നടന്നു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. BJP അഷ്ടമിച്ചിറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP സുധീർ, മാള ഗ്രാമപഞ്ചായത്ത് അംഗം MU ബിനിൽ, ജോയ് മാതിരപ്പള്ളി, KK അജയകുമാർ, ദേവസിക്കുട്ടി N ചങ്കൻ, CK സജീവൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പറവൂരിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പറവൂർ നഗരസഭ 13-ാം വാർഡ് നന്ദിക്കുളങ്ങരയിൽ 15-ാം ധനകാര്യ കമ്മീഷൻ വിഹിതത്തിൽ ഉൾപ്പെടുത്തിയാണ് ഹെൽത്ത് സെന്റർ ആരംഭിച്ചത്. ഹൈബി ഈഡൻ MP സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ MJ രാജു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ ശശികുമാർ, അനു വട്ടത്തറ, ശ്യാമള ഗോവിന്ദൻ, സജിത് നമ്പ്യത്ത്, KJ ഷൈൻ, വാർഡ് കൗൺസിലർ TM അബ്ദുൽ സലാം, G ഗിരീഷ്, PA പ്രഭാവതി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ K ജോൺ, ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. VR സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മാള K കരുണാകരൻ ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് ഈ ക്വാർട്ടേഴ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ കേരളത്തിലെ ആരോഗ്യ മേഖല സുശക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എല്ലാ ആശുപത്രി PHS മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനങ്ങളിൽ ആധുനിക രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ സാങ്കേതികപരമായിട്ടുള്ള മാറ്റങ്ങളും ശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ വന്ന് കയറുന്ന ഒരു പൊതുസ്ഥാപനം എന്ന നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് കേരള സർക്കാരിനുള്ളത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ഷാജു, ഷിജി യാക്കോബ്, ജോസ് മാഞ്ഞൂരാൻ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള K കരുണാകരൻ ആശുപത്രിയിൽ മേലടൂർ മിൽക്ക് കൺട്രോൾ ലിമിറ്റഡ് ഡയാലിസിസ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. 15 ലക്ഷം രൂപയുടെ മെഷീനുകളാണ് നൽകിയത്. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മിൽക്ക് കൺട്രോൾ ലിമിറ്റഡ് പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നടന്നുവന്ന തിരുവുത്സവാഘോഷങ്ങൾ സമാപിച്ചു. സമാപന ദിവസം ആറാട്ട് സദ്യ, വൈകിട്ട് കൊടിയിറക്കം, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി മാരാംകോട് ബ്രാഞ്ച് കനാലിൽ വീണ് ഒഴുക്കിൽപ്പെട്ട 2 വയസ്സുകാരൻ മരിച്ചു. മാരാംകോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത റൈസ് അരി വിതരണം മാള പഞ്ചായത്തിലെ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ നടന്നു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് ആദ്യ വിൽപ്പന നടത്തി.
കയ്പമംഗലം മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗനവാടികൾക്കായി ബേബി ബെഡ് വിതരണം ചെയ്തു. ബേബി ബെഡുകൾ വിതരണം ചെയ്തത് MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ വകയിരുത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.